പാലക്കാട് സർഗതുളസി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ചോറ്റുരുള ബാലനോവൽ പ്രകാശനം ചെയ്തു. പാലക്കാട് സർഗതുളസി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ചോറ്റുരുള ബാലനോവൽ പ്രകാശനം ചെയ്തു. അശോകൻ രാജീവം എഴുതിയ നോവൽ ആർഷ അശോകൻ, നവനീത് പ്രകാശ്, അനഘ ഈശ്വർ എന്നിവർ ചേർന്നാണ് പ്രകാശനം ചെയ്തത്. ആര്യ അശോകൻ ഏറ്റുവാങ്ങി. സുജിത ചന്ദ്രിക പുസ്തക പരിചയം നടത്തി. പാലക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പവിത്രൻ ഓലശ്ശേരി അധ്യക്ഷത വഹിച്ചു. അശോകട്ടെ ഞങ്ങളുടെ കണ്ണാടിയിലെ ജനശക്തി ഗ്രന്ഥശാലയിലെ കലാസാംസ്കാരിക കൂട്ടായ്മയുടെ കൺവീനറും അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കഴിഞ്ഞ 4 വർഷമായി നാടകോത്സവം നടത്തുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് ഒരു ജില്ലയിൽ നിന്ന് ഒരു നാടകം, കഴിഞ്ഞ വർഷം ജനശക്തിയെ പ്രതിനിധീകരിച്ചാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് നാടക മത്സരത്തിൽ നാടകം അത് ഒരുക്കിയത് അശോകൻ. അങ്ങനെ ജനശക്തി കലാസാംസ്കാരിക സംഘടന സ്റ്റേറ്റിൽ അറിയപ്പെട്ട ഇടയായി. നിങ്ങൾക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു 10 വർഷം മുമ്പ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. 100 വർഷം 100 ചെറുകഥ. വായിച്ചിട്ടുണ്ടാവും. ആ 100 ചെറുകഥയിലെ ഏറ്റവും നമ്പർ 1 ചെറുകഥ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന OV വിജയൻ്റെ ചെറുകഥയാണ് കടൽ തീരത്ത്. ആ കടൽ തീരത്ത് എന്ന ചെറുകഥയെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വാർഷികം ആഘോഷിച്ചപ്പോൾ അതിമനോഹരമായ ഒരു നാടകമാക്കി മാറ്റി നമ്മുടെ മന്ത്രി MB രാജേഷ് ആവോളം ആസ്വദിച്ചിട്ടുണ്ട്. AV ദേവൻ, സുഭദ്ര ശിവദാസ്, TS പീറ്റർ, സതീഷ് കൊയിലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.